പൂരാടം നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 2026 കാലഘട്ടങ്ങൾ വളരെയധികം നല്ല രീതിക്ക് ജീവിക്കണമെന്ന ഒരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതിനായിട്ടുള്ള ചില കണ്ടെത്തലുകളാണ്. അതായത് രാശികളുടേതായ മാറ്റങ്ങൾ വച്ചിട്ട് നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. 2026 നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചെയ്യാൻ പാടില്ലാത്ത ചില തെറ്റുകളൊക്കെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം ഇതുവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കും എന്ന് തന്നെയാണ്. ഒരുപാട് സന്തോഷങ്ങളൊക്കെ നമുക്ക് ലഭിച്ചില്ല എങ്കിലും ഒരല്പമെങ്കിലും ഒരു ആശ്വാസം നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ കോടീശ്വരനൊന്നും ആയില്ലെങ്കിലും ഒരല്പം കടബാധ്യതകളൊക്കെ കുറഞ്ഞു കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ശത്രുക്കളുടേതായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് നീങ്ങി കിട്ടിയാൽ മതി എന്ന ചിന്താഗതിയോടൊക്കെ ഇരിക്കുന്ന വ്യക്തികളൊക്കെ തന്നെയാവും. ധനുരാശിക്ക് ആധിപത്യം കൊണ്ട ഗ്രഹം വ്യാഴം. വ്യാഴം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് 7ാം ഭാവമായ മിഥുനം രാശികളിലാണ്. പൊതുവായിട്ട് വിവാഹത്തിന് കാലതാമസം ആയിരുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വിവാഹം നടക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ചിലപ്പോൾ ഒരുപക്ഷെ 2ാം വിവാഹത്തിന് കാത്തിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ സ്വന്തം മക്കളുടേതായ വിവാഹ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നവരാവാം. അങ്ങനെയെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു തീർപ്പ് ഒക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം. അതായത് വിവാഹം നടക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ വിവാഹം ഉറപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ വന്നെത്തും. അതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ ധനുരാശിയിലെ പൂരാട നക്ഷത്രക്കാരൻ്റെതായ മകൾക്കോ മകനോ ഒക്കെ വിവാഹം നടക്കും, അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ഒക്കെ വിവാഹം നടക്കും, അല്ലെങ്കിൽ തനിക്കോ ഒക്കെ തന്നെ വിവാഹം നടക്കുന്ന സാഹചര്യം എന്തായാലും ഉണ്ട് താനും. പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ചില പറ്റിക്കപ്പെടലുകളൊക്കെ നിങ്ങൾക്ക് വന്നെത്താം. ഒരുപക്ഷെ മക്കളുടേതായ പ്രേമബന്ധങ്ങളൊക്കെ ഉള്ള സാഹചര്യത്തിലായിരിക്കും നിങ്ങളൊരു വിവാഹമൊക്കെ ആലോചിക്കുക. അവർ ഒരുപക്ഷെ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കുവാനോ വിവാഹ സമയത്തിന് അത് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കുവാനോ സാധ്യതകളൊക്കെയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ജാഗ്രത പുലർത്തണം. അല്ലെങ്കിൽ ധനപരമായ രീതിയിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുക, പണത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ സഹായിക്കുന്ന വേളയാണെങ്കിൽ പോലും നിങ്ങൾ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ 2026. അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ വരും, ഒരു കോംപ്രമൈസ്. അതായത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചില കോംപ്രമൈസുകൾ ആവശ്യം വരുന്ന സാഹചര്യം, ചില വിട്ടുവീഴ്ച മനോഭാവങ്ങൾ നമ്മളിലേക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ കൂട്ടി കാലേകൂട്ടി ചിന്തിച്ച് വച്ചിരുന്ന കാര്യമാണെങ്കിൽ തന്നെയും നമുക്ക് പ്രശ്നങ്ങൾ വരികയും അതിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ജൂൺ മാസത്തോടുകൂടി തന്നെ വ്യാഴം 7ാം ഭാവത്തിൽ നിന്നും 8ാം ഭാവത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വേളയാണെങ്കിൽ നിങ്ങൾ കുടുംബത്തിൽ വിട്ടുവീഴ്ച മനോഭാവം വേണമെന്നാണ് പറയുന്നത്. അതായത് ഭാര്യയാണെങ്കിൽ ഭർത്താവിനോട്, ഭർത്താവാണെങ്കിൽ ഭാര്യയോട് ഒരു വിട്ടുവീഴ്ച മനോഭാവം വേണം. എടുത്തു ചാടിയുള്ള വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നിങ്ങൾക്ക് വിനയം മാത്രമായിരിക്കും ഉണ്ടാക്കി വെക്കുക. അതുകൊണ്ട് അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ് മറ്റുള്ളവരോട് ചോദിച്ച് ഒക്കെ ഒരു അഭിപ്രായത്തിന് ഒരു തീരുമാനം എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വിദേശ രാജ്യത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരല്പം ജാഗ്രതാപൂർവ്വം കാര്യങ്ങളൊക്കെ നീക്കണം. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊക്കെ പ്രൊമോഷനൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ. പക്ഷേ നിങ്ങളെ അനുകൂലിക്കുന്നവർ തന്നെ നിങ്ങൾക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രതാപൂർവ്വം അവിടെയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് മുന്നിലേക്ക് പോകുന്ന വേളയിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും വിജയം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ മേലധികാരികളോടോ നിങ്ങളുടെ കീഴ് അധികാരികളോടോ ജോലിക്കാരോടോ നിങ്ങൾ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകാൻ പാടുള്ളതല്ല. ഇവിടെ നാട്ടിലാണെങ്കിൽ ശരി, തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫർ ഒക്കെ വന്നെത്തുന്ന ഒരു സമയം ഉണ്ടാവും. പക്ഷേ നിങ്ങളുടേതായ ട്രാൻസ്ഫറുകൾക്കൊക്കെ തടസ്സമുണ്ടാക്കുന്ന ആൾക്കാരും ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും നിങ്ങളെ കാലുവാരി വിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താലും ശരി, സർക്കാർ സംബന്ധപ്പെട്ട ഇടങ്ങളിലാണെങ്കിലും ശരി, എവിടെയും ആയിക്കോട്ടെ, അത് നിങ്ങൾ ജാഗ്രതാപൂർവ്വം കണ്ടറിഞ്ഞു വേണം ഒരു കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. വളരെ പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിനയം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ എടുത്തു ചാടി മറുപടി പറയുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂരാട നക്ഷത്രക്കാരൊക്കെ
പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും തന്നെ പറയാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്നതാണെങ്കിൽ ചില ടോർച്ചറിങ്ങുകളും ഒക്കെ വന്നെത്തുന്ന ഒരു സമയവും സാഹചര്യങ്ങളൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ചിന്തിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തൊഴിലിടത്തിൽ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന സാഹചര്യങ്ങളുണ്ടാവും. അതായത് നിങ്ങൾ ചെയ്ത ഒരു ജോലി ആയിരിക്കും മറ്റൊരാൾ പറയുക ഞാനാണ് അത് ചെയ്തത്, അതിന് കംപ്ലീറ്റ് വർക്ക് ചെയ്തതൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിനയായി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും. ബോധപൂർവം നിങ്ങളത് മനസ്സിലാക്കി എവിടെയാണ് പ്രശ്നം വരുന്നതെന്ന് കണ്ടെത്തി നിങ്ങൾ സ്വയം അതിനുള്ള പരിഹാരം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് ആരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ നേരത്തെ തിരിച്ചറിയുന്നത് വളരെ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കും. അതുപോലെ തന്നെ വസ്തു സംബന്ധപ്പെട്ട തർക്കങ്ങൾ, കുടുംബത്തിലുള്ള തർക്കങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള തർക്കങ്ങൾ, ഇതൊക്കെ തന്നെ കോടതി കേസ് വഴക്കുകളിലൊക്കെ ചെന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ദയവായി അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുക. യാതൊരു കാരണവശാലും അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ബോധപൂർവം തന്നെ അതിൽ നിന്നും ഒഴിവാകുക. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയുള്ള മറുപടികൾ ഒക്കെ നിങ്ങളിൽ നിന്നും വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. അതിനെ തന്മയത്വത്തോടു കൂടി സ്വയം ചിന്തിച്ച് ഓരോ മറുപടികളൊക്കെ കണ്ടെത്തി പറയുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ നിങ്ങൾ തന്നെ സ്വയം ഒരു രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ 2026 അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതായത് പുതിയതായി നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീട്, സ്ഥലം ഉൾപ്പെടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ഒരു വണ്ടി, വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പരമാവധി അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് നേരത്തെ സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് തുടരാം. ഒരു സ്ഥാപനം കെട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം. പൂർവികമായ സ്വത്തുക്കളോ എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ട്, അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പുതിയതായി ഒരെണ്ണം വാങ്ങാനായിട്ട് ശ്രമിക്കരുത്. ഉള്ള ഇടത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം തന്നെയാണ് ഇപ്പോ ഈ വരുന്ന 2026. പുതിയത് തൊട്ടാൽ അത് കടബാധ്യതകളിലും പ്രശ്നങ്ങളിലും ചെന്നെത്തുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. പഠനം സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനായിട്ട് കഴിയില്ല. ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ പോലും നിങ്ങൾക്കൊരു ശരി ഏത് തെറ്റ് ഏതെന്ന് കണ്ടെത്താനായിട്ട് കഴിയില്ല. തെറ്റുകൾ വരാനുള്ള സാധ്യതകളും നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുവാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ സംബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബന്ധു അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെ വിട്ട് പിണങ്ങി പോകുന്ന ഒരു സാഹചര്യവും വന്നെത്തും. അപ്പോൾ അവിടെയൊക്കെ വളരെയധികം ജാഗ്രത. ഇപ്പോൾ അച്ഛൻ മകൾ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണെങ്കിലും, അമ്മ മകൾ എന്നിങ്ങനെ ബന്ധങ്ങളൊക്കെ ആണെങ്കിലും വാശി, വൈരാഗ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ വന്നു പോയാൽ തീർച്ചയായിട്ടും അവർ പിണങ്ങി പോകുന്ന ഒരു സാഹചര്യവും വല്ലാത്ത കലുഷിതമായ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ വന്നെത്തുന്ന ഒരിതുണ്ട്. അല്ലെങ്കിൽ മോഷണം പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെയും ഈ ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധ, ഒരല്പം കരുതൽ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം നല്ല മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതായത് പോരാട നക്ഷത്രക്കാർ 2026 ഒരു സ്വയം ഒരു രക്ഷാ കവചം ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കുന്ന നന്നായി. രക്ഷാകവചം കൂട് ഉണ്ടാക്കി വയ്ക്കാന്നല്ല, തനിക്ക് നേരെ ആരൊക്കെ തിരിയാൻ സാധ്യതകളുണ്ട്, എവിടെയൊക്കെ എനിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ടെന്ന് ഒന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞു വയ്ക്കുന്നത് നന്നായിരിക്കാം. അപ്പോൾ വാവിട്ട വാക്കുകളൊന്നും തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിനയാവും. കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ, തൊഴിലിടത്ത് പ്രശ്നങ്ങൾ, സ്ത്രീകൾ വഴി പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് വന്നെത്തും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും മറ്റൊരു സ്ത്രീ പ്രശ്നമായി വരുന്ന സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വയം ഒരു ജാഗ്രത പുലർത്തി മുന്നിലേക്ക് വന്നാൽ നല്ല രീതിയിലുള്ള ഒരു 2026 വർഷം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം വേഗവും ദേഷ്യവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഇപ്പൊ വരാനായിട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രശ്നങ്ങളുണ്ട്. കൂരിന്മേൽ കുരു എന്നതുപോലെ വീണ്ടും 2026 നമ്മുടെ ചില വാക്കുകൾ, പ്രവൃത്തികൾ നമുക്ക് തന്നെ വിനയായി വരരുത് എന്നുള്ള ഒരു കാരണമാണ് ഞാനിവിടെ പറയുന്നത്. ശുഭം.